നിങ്ങൾ ഹല്ലേലൂയ അതോറിറ്റിയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. You should be praying with authority. നിങ്ങൾ ഒരു സ്ഥലത്ത് കടന്നു പോകുന്നെങ്കിൽ അതേ അതോറിറ്റിയോടെ കടന്നു പോകുന്നവരായിരിക്കണം. When you entering into a place, you should be going with the authority. നിങ്ങളുടെ സംസാരത്തിൽ അതോറിറ്റി ഉണ്ടായിരിക്കണം. In your talks, you should be carrying authority. ആ അതോറിറ്റി നിങ്ങളിൽ കടന്നു വരണമെങ്കിൽ When you want to carry that authority inside of നിങ്ങൾ you. ഒരു സാധാരണ വ്യക്തി അല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയെന്ന് നിങ്ങൾ വേർതിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. Not an ordinary person, but you are an extraordinary person. അതേ ആകയാൽ അവന്റെ ഹല്ലേലൂയ അഭിഷക്തരായി നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, You are standing as an anointed person in the kingdom of the Lord. ഇല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, You are standing in his faith. നീ പറയുന്ന വാക്ക് ഈ ലോകം അനുസരിച്ചേ മതിയാകത്തുള്ളൂ. Word needs to be honored by this universe. നീ കടന്നു ചെല്ലുന്ന പട്ടണം നിന്നെ മാനിച്ചേ മതിയാകത്തുള്ളൂ. When you are entering into a land, that land needs to honor you. നീ ജോലി ചെയ്യുന്ന മേഖലകളിൽ നീ അനുഗ്രഹം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. You got to be blessed in the areas where you are working. വീണ്ടും ഞാൻ പറയാം, അത് നിന്റെ കഴിവ് കണ്ടിട്ടല്ല, It's not by your ability. നിന്നെ അയക്കപ്പെട്ടവന്റെ ഹല്ലേലൂയ പ്രതിനിധിയായതുകൊണ്ട് തന്നെ അത്രേ. Because you are a representative of the kingdom of the Lord, and you are representing the power of the one that who sent you.